നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാങ്ങ പറിക്കാനായിരുന്നു. ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഞാൻ കണ്ടത് ആ മാങ്ങ ആയിരുന്നു. അങ്ങനെ ഞാൻ മേളിൽ കയറിപ്പോയാണെങ്കിൽ മാങ്ങ പറിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അങ്ങനെ മാങ്ങ പറിച്ച് പോയി തൊട്ടി എടുത്തുകൊണ്ട് വന്ന് മാങ്ങ പറിച്ച് കുറേ നേരം ഇങ്ങനെ അതിനെ കുത്തിക്കൊത്തിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ അങ്ങനെ അതിയായ പരിശ്രമത്തിലൂടെ അങ്ങനെ ആ മാങ്ങായും വീണു. മാങ്ങ പറിച്ചപ്പോഴത്തേക്ക് വേർത്തൊലിച്ച്. പിന്നെ താഴെ പോയി ആ മാങ്ങായ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അതിലും വേർത്തൊലിച്ചായിരുന്നു. അങ്ങനെ വേർത്തൊലിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ മാങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നല്ല പീസായിട്ട് കുഞ്ഞു പീസായിട്ട് വരുന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് വേർത്തൊലിച്ച് പണിയെടുത്തതിൻ്റെ വേർപ്പാണത്. അങ്ങനെയാണെങ്കിൽ ഉപ്പും മുളക് പൊടിയും എണ്ണയും ഒഴിച്ചാണ് അതിനെയൊക്കെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് പാത്രത്തിലാക്കി ടിഫിൻ ബോക്സിലാക്കി. നമുക്കിന്ന് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് കൊണ്ടുപോകാനല്ല, അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ടിഫിൻ ബോക്സിലാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയി പുട്ടും കടലക്കറിയും കഴിച്ചു. അത് തന്നെ എൻ്റെ യൂണിഫോം എല്ലാം ഈ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്തങ്ങനെ വെച്ചു. അതിന് പെട്ടെന്ന് പോയി കുളിച്ച് ഞാൻ റെഡിയായി വന്നു. ഇന്നാണെങ്കിൽ നല്ല ലേറ്റായി, മാങ്ങ പറിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ലേറ്റായി. അങ്ങനെ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഞാൻ റെഡിയായി അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി. ഡ്യൂട്ടിക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മാങ്ങ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മാങ്ങായും കഴിച്ച്. അതുപോലെ തന്നെ കുറേ കറികളുണ്ടായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ കറി മാങ്ങാപ്പുളിശ്ശേരിയായിരുന്നു. അതും കൂട്ടി അങ്ങ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ചോറ്